വെൽക്കം ടു ലൈഫ് ആൻഡ് സ്റ്റോറീസ്. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കടയിൽ പോയപ്പോൾ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ഇവർക്ക് ഈ പിള്ളേർക്ക് മുള്ളുള്ള മീനുകൾ പ്രശ്നമാണ്. അപ്പം മത്തി വാങ്ങി പറ്റത്തില്ല, അയ വരുന്നില്ല. 2 പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയിട്ട് ഇവരെ തൊണ്ടയിൽ നിന്ന് മുള്ളൊക്കെ എടുത്തിട്ട് ഇവർക്ക് മുള്ളുള്ള മീൻ കഴിക്കാൻ പേടിയാണ്. നമ്മൾ എവിടെ ചെന്നാലും മോതയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ മോതയ്ക്ക് ഭയങ്കര വില. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കാളാഞ്ചി കൊണ്ട് നല്ല കാളാഞ്ചി കൊണ്ട് പോകുന്നു പറഞ്ഞ് 2 കടിക്ക് കാളാഞ്ചി കെട്ടി. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. ഇവിടെ കൊണ്ട് നട്ട് കഴിയുമ്പോൾ നല്ല പോത്തിറച്ചി കഴിക്കുന്നത് നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ സാധനം. കറിയും വെച്ചു, നമ്മൾ വറക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നുമായിട്ട് നമ്മൾ നല്ല കാളാഞ്ചി കൂട്ടിയുള്ള വറുത്ത മീൻ. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ചൂട് കാലമല്ലേ, ചൂട് കാലമായിട്ട് നമ്മളിപ്പം ഒരു സലാഡിൻ്റെ സിസ്റ്റത്തിലേക്ക് പോയി. സലാഡ് എന്ന് പറഞ്ഞാൽ അന്യായ സലാഡ് ഇതായിരുന്നു. ഇതിന് അടി കണ്ടു. ഇത് തന്നെ പൊക്കൽ. ഇത് നമ്മൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പോലെ അടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിക്ക, അതിൻ്റെ മണ്ടയ്ക്ക് ഉക്കുമ്പറ, പിന്നെ കുറേ കാരറ്റ്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഈ മൊബൈൽ കാണുന്നവരായതുകൊണ്ട് അവർക്ക് കണ്ണിന് കാഴ്ച ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ക്യാരറ്റ് കൂടുതൽ കഴിക്കണം. മൊബൈൽ കഴിക്കുന്ന പോലെ ക്യാരറ്റ് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. പച്ചയ്ക്ക് കഴിക്കുക, എല്ലാം കഴിയും. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കഴിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അത് ശകലം ഒഴിക്കാനുള്ളത് പറഞ്ഞാൽ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കണം. ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കഴിക്കാൻ പ്രയാസമല്ല. ഞങ്ങൾ വലിയവർ കഴിക്കുമ്പോൾ നമ്മൾ ശകലം ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഒരു ജെർജിലിൻ്റെ പറഞ്ഞ ഇലയുണ്ട്. ഇത് നമ്മുടെ ഈ ജെർജിലാണ് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യുൽപാദന ശേഷി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ആ മെഷീൻ്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജർജിലിൻ്റെ ഒരു ഇലയും കൂടെ നമ്മളതിന് കഴുകുകയാണ്. ഇവിടെ അറബിക് കൺട്രികളിലൊക്കെ ഈ ജർജിലിൻ്റെ ഇല ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്ര പ്രത്യുൽപാദന ശേഷി കൂടുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ജർജിലിൻ്റെ ഇലകൾ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. കഴുകി അങ്ങോട്ട് എടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ചൂട് വെള്ളത്തിൽ കഴുകി ഇപ്പം ഗൾഫിലുള്ള സംബന്ധിച്ച് എല്ലാവരും ഈ ജർജിലിനെ കഴിക്കുന്നവരായിരിക്കും മിക്കവാറും. എല്ലാവരും ഹോട്ടൽ ബസ്സിലൊക്കെ പോകുന്നവർക്കായപ്പോൾ ജർജിലിൻ്റെ ഇലയും ചേർന്ന സലാഡില്ലാതൊരു സലാഡ് അവർക്ക് കിട്ടാറില്ല. ജർജിലാണ് ശരീരത്തിന് ഒരുപാട് പോഷണ ഗുണം നൽകുന്ന പച്ചിലയാണ്. അപ്പം അതുകൂടെ നമ്മൾ ചേർത്ത് ഇത് നമ്മൾ മേശപ്പുറത്തോട്ട് കൊണ്ട് വെക്കുക. ഞാനപ്പോൾ ഒരു ശകലം ഒരു കാളാഞ്ചി എടുത്ത് ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ അവിടെ ശകലം കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് കൊടുക്കുവാണ്. ഇത് നല്ല ഇവിടെ നമ്മുടെ ടെസ്റ്ററാണ് ഭയങ്കര ടെസ്റ്ററാണ്. മുള്ളു ഭയങ്കര പേടിയായി ഈ ആശാട്ടിക്ക്. അപ്പം രണ്ടാം തരത്തില ഒരു നാണം കുണുങ്ങി നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്നത് ബാച്ചേഴ്സൊക്കെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് നമ്മൾ വെളുത്തുള്ളി നല്ലപോലെ കഴുകി തൊലി കളയാതെ കഴുകിയിട്ട് പിച്ചാത്തിയുടെ പുറവശം കൊണ്ട് ഇടിച്ച് നല്ല ചതച്ച് എല്ലാം കഴുകി കരിയാപ്പില എല്ലാം കൊണ്ട് ചതച്ച് വെച്ചിട്ട് നാരങ്ങയുടെ ഒരു മുറി നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, നമ്മുടെ ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ്, കായപ്പൊടി വീശേണ്ട ഒരു കായപ്പൊടി വീശിച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് നല്ല കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് റെഡിയാക്കിയിട്ട് നമ്മുടെ മീനും കൂടെ ചേർത്ത് വെച്ചാൽ ഇങ്ങോട്ട് നല്ലപോലെ തിരികെ ഒരു 2 മണിക്കൂർ അങ്ങോട്ട് വെക്കും. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസാനെ ആദ്യം നല്ല കടുക്കം തീയിൽ അങ്ങോട്ട് പൊളിക്കണം. 2 സൈഡ് നല്ല പൊരിയും നല്ല തീയിൽ 2 സൈഡും പൊരിച്ചിട്ടുണ്ട്. തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് ശാലോം ഫ്രൈ ആയിട്ട് ചെറിയ തീയിലങ്ങോട്ട് ഇട്ടൊരു അതിൻ്റെ മാർദ്ദവം കളയാതെ അങ്ങോട്ട് നല്ല അലുവ പോലെ വറുത്തിട്ടാണല്ലോ. പൊന്നു മോനെ, 2 കിലോ ചോറ് കഴിക്കാൻ ഇതല്ലാതെ വേറൊരു സാധനം പോലും ഇല്ല. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വലിയ കൊച്ചിൻ്റെ അടുത്തോട്ട് നമ്മൾ ഈ സലാഡുമായിട്ട് പോവാം. ഞങ്ങളുടെ വലിയ ആളെന്ന് പറഞ്ഞാൽ കുക്കുംബറിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ വലിയൊരു ആശാട്ടിയാണ്. അപ്പോൾ അവളുടെ അടുത്ത് സെൻ്ററിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ ഒരു കൈ ഒരു വില ഉണ്ട്. ഒരു കൈ വന്നത് ചേർത്തോ. അതാണ് നല്ല കൊച്ചാണ്.
ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് എടുക്കുമോ, കൊതി കൊണ്ടാണ് കൊതി കൊണ്ട് ഒരു ശകലം ചിക്കൻ കറി എടുക്കുക കേട്ടോ. കണ്ട് ചിക്കൻ കറി ഇങ്ങനെ നമ്മളിങ്ങനെ ഒറ്റിയെടുക്കുക. ഇത് സാധാ ചിക്കൻ വേറെ പിന്നെ ചിക്കൻ കറി ഇന്ന് എടുക്കുന്നില്ല. മെനു പിന്നെ ഫിഷിൻ്റെ മെനുവാണ്. അപ്പം എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ലൈഫ് ആൻഡ് സോഴ്സിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ ഇന്ന് തീർക്കുവാണ്. നമുക്ക് പിന്നെ ഗ്രാഫിക്സും ഇല്ല, എഡിറ്റിംഗ് ഇല്ല, ഡയറക്റ്റ് വീഡിയോ, ഒരു ഗിമ്മിക്കും ഇല്ല. ജീവിതത്തിൻ്റെ പച്ചയായ പുൽപ്പുറങ്ങൾ മാത്രം വേദോത്സവത്തിലെ 21 സങ്കീർത്തനം പറയുന്ന പോലെ പച്ചയായ പുൽപ്പുറങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ചാനലാണിത്. നമുക്ക് ഗിമ്മിക്സ് ഇല്ല, ഗ്രാഫിക്സ് ഇല്ല, എഡിറ്റിംഗ് ഇല്ല, അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളില്ല. നമ്മൾ നോർമൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ചെറിയ വീഡിയോസാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള കൊച്ചുകുട്ടി ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് ഈ മൊബൈലുമായിട്ട് നിൽക്കുന്ന വീഡിയോ എടുക്കാനുണ്ട്. ഒരു ചാനലുണ്ട് പുള്ളിക്കാരിക്ക്, ചാനലിൻ്റെ പേര് MIS ഫുൾ ഓഫ് ഫൺ എന്ന് പറയുന്ന ചാനലുണ്ട്. MIS ഫുൾ ഓഫ് ഫൺ എന്ന ചാനലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാനലാണ്. വീഡിയോസൊന്നുമില്ല, എന്നാലും 2-3-4 വീഡിയോസൊക്കെ കിടപ്പുണ്ട്. വി വിൽ അപ്ഗ്രേഡ്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക. ഇത് കാശിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പാഷൻ. അങ്ങനെ പിന്നെ ഇത് കൂടാതെ നമ്മുടെ വേറെ ചാനലുണ്ട്, ഡിസംബർ വോയിസ് എന്ന ചാനലുണ്ട്. അത് നിങ്ങൾ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സൊക്കെ ഉള്ള ഒരു ചാനലാണ്. അത് നിങ്ങൾ താല്പര്യമുള്ള കാണുക, കേൾക്കുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും സന്തോഷമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ആയുസ്സും ആരോഗ്യം എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.